ശുചിത്വ അൾത്താരയിലെ രക്തസാക്ഷി. 1700കളുടെ അവസാന കാലഘട്ടത്തിൽ വിയന്നയിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഒരുപാട് പ്രസവങ്ങൾ എടുത്തിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു വിയന്നയിലെ ജനറൽ ഹോസ്പിറ്റൽ. പ്രധാനമായി 2 വാർഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വാർഡിൽ പ്രസവങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർമാരും രണ്ടാമത്തെ വാർഡിൽ നഴ്സുമാരുമായിരുന്നു. പ്രസവത്തിന് ശേഷം വരുന്ന പ്യൂർ പെറൽ ഫ്യൂവർ എന്നറിയപ്പെട്ടിരുന്ന പ്രസവ പനി മൂലം അന്ന് ഒരുപാട് അമ്മമാർ മരിച്ചിരുന്നു. പ്രസവാനന്തരം ഉണ്ടാകുന്ന രോഗാണുബാധയാണ് ഇതിന് കാരണമെന്ന് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. കാരണം അന്ന് രോഗാണു സിദ്ധാന്തമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ആർക്കും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീരോഗ വിദഗ്ധൻ, ഹംഗേറിയൻ വംശജനായ സ്ത്രീരോഗ വിദഗ്ധൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്. ഡോക്ടർമാരുടെ വാർഡുകളിലാണ് മരണനിരക്ക് കൂടുതൽ, എന്നാൽ നഴ്സുമാരുടെ വാർഡുകളിൽ മരണനിരക്ക് കുറവാണ്. ഇതിന് പിന്നാലെ അദ്ദേഹം തന്റെ അന്വേഷണം വ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ മനസ്സിലായി. ആ ഹോസ്പിറ്റൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയായിരുന്നു. ഡോക്ടർമാർ ഡിസെക്ഷൻ ഹാൾ അല്ലെങ്കിൽ ശവ പഠന മുറികളിൽ നിന്ന് നേരിട്ടായിരുന്നു പ്രസവം എടുക്കാൻ വേണ്ടി വാർഡുകളിലേക്ക് വന്നിരുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം. അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം അനുമാനിച്ചു. ശവങ്ങളിൽ നിന്ന് ഡോക്ടർമാരുടെ കൈകളിൽ പറ്റുന്ന എന്തോ ഒരു വസ്തു മൂലമായിരിക്കണം അമ്മമാർക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം അനുമാനിച്ചു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ രോഗാണുക്കളെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത കാരണം കൊണ്ട് രോഗാണുക്കളാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. എന്തൊരു വസ്തുവാണെന്ന് മാത്രമേ അദ്ദേഹം ഊഹിച്ചിട്ടുള്ളൂ. അതിന് അദ്ദേഹം ഒരു പരിഹാരവും നിർദ്ദേശിച്ചു. വേറൊന്നുമില്ല, ശവപഠന മുറികളിൽ നിന്ന് പ്രസവ വാർഡുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർമാരെല്ലാവരും കൈകൾ കഴുകിയിട്ട് വേണം വാർഡുകളിൽ പ്രവേശിക്കാൻ. അതിനായി അദ്ദേഹം ഹൈപ്പോക്ലോറൈറ്റ് ലായനി തയ്യാറാക്കി വെച്ചു. കൂടാതെ എല്ലാവരും കൈകൾ കഴുകിയിട്ട് മാത്രമേ വാർഡിൽ പ്രവേശിക്കാവൂ എന്നുള്ള നിർദ്ദേശവും വെച്ചു. അതിൻ്റെ ഫലം അത്ഭുതമായിരുന്നു. ഡോക്ടർമാരുടെ വാർഡുകളിലെ മരണനിരക്ക് വളരെ കുറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ചരിത്രത്തിൽ അമ്മമാരുടെ രക്ഷകൻ, ദ സേവിയർ ഓഫ് മദേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഡോക്ടറുടെ പേരാണ് ഇഗ്നാസ് ഫിലിപ്പ് സെമ്മൽവീസ്. തൻ്റെ കണ്ടെത്തലുകൾ എല്ലാം അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷേ അന്നത്തെ ശാസ്ത്രലോകത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും ഡോക്ടർമാരും എല്ലാം അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും കളിയാക്കുകയും കൂടെ ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറയുന്ന പോലെ എല്ലാവരും കൈകൾ കഴുകിയിട്ട് വാർഡുകളിൽ പ്രവേശിക്കുന്ന കാര്യം ആരും അംഗീകരിച്ചിരുന്നില്ല. ഇത്രയേറെ ശാസ്ത്രീയമായ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ട് പോലും തൻ്റെ സിദ്ധാന്തങ്ങൾ ആരും അംഗീകരിക്കാത്തതിൽ മനം നൊന്ത് അദ്ദേഹത്തിന് മാനസിക നില തകരാറിലായി. അങ്ങനെ അദ്ദേഹം ഒരു മാനസിക ആരോഗ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മാനസിക നില കൂടുതൽ വഷളാവുകയും അതേ ഹോസ്പിറ്റലിലെ കാവൽക്കാരൻ തല്ലിച്ചതയ്ക്കുകയും രക്തമൊഴുകി അവസാന രോഗാണുബാധ ഉണ്ടായി അദ്ദേഹം മരിക്കുകയുമാണ് ഉണ്ടായത്. രോഗാണുക്കളെ കണ്ടെത്താൻ അവയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഡോക്ടർ സെമ്മൽവീസിന് അവസാന രോഗാണുബാധ മൂലം തന്നെ മരിക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വൈരുദ്ധ്യമായി അവശേഷിക്കുന്നു. നവീന ആശയങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത ഒട്ടും അന്വേഷിക്കാതെ അത് അതേപാടി തള്ളിക്കളയുന്നതിന് സെമ്മൽവേസ് എഫക്റ്റ് അല്ലെങ്കിൽ സെമ്മൽവേസ് റിഫ്ലക്റ്റ് എന്ന് പറയാറുണ്ട്. കോവിഡ് കാലഘട്ടങ്ങളിൽ രോഗാണുക്കളെ അകറ്റി നിർത്താൻ സോപ്പുകൾ ഉപയോഗിച്ച് കൈകൾ കഴുകുക എന്ന ആശയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഡോക്ടർ ഇഗ്നാസ് ഫിലിപ്പ് സെമ്മൽവീസ് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും അതേ ആശയങ്ങളുടെ പേരിൽ തന്നെ അദ്ദേഹത്തിന് രക്തസാക്ഷിയാകേണ്ടി വന്നു. ഇദ്ദേഹത്തെ ശുചിത്വ അൾത്താരയിലെ രക്തസാക്ഷി എന്നല്ലാതെ പിന്നെ എന്ത് വിശേഷിപ്പിക്കാം?